നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. യാദർശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉടൻ ലഭിക്കാൻ പോകുന്നു. ഈ വായന വെറുതെ കണ്ടതുകൊണ്ട് ആയില്ല. നല്ല വിശ്വാസത്തോടു കൂടിയും സമർപ്പണ ബോധത്തോടു കൂടിയും കണ്ടാൽ മാത്രമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ആവുകയുള്ളൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ആകർഷിക്കുകയുള്ളൂ, ഇത് യാഥാർത്ഥ്യമായി വരികയുള്ളൂ. അതുകൊണ്ട് വളരെയധികം നല്ല മനസ്സോടുകൂടി, മനസ്സിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തയും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് വേണം ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. ഇന്നത്തെ ഊർജപ്രകാരം അല്ലെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പശ്ചാത്താപത്തിൻ്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തു കൂട്ടിയ ഒരുപാട് നന്മ പ്രവൃത്തികളുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഇപ്പോഴും ആ പ്രതീക്ഷകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അതിശയിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലും നിങ്ങൾ തരണം ചെയ്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പ്രതീക്ഷയുള്ള മനോഭാവമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്ത് കാര്യവും സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു നന്മയുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം ഓരോന്നോരോന്നായി നിങ്ങൾക്ക് വിജയകരമായിട്ടുള്ള രീതിയിൽ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ കമിതാക്കളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണോ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അതിൽ നിന്നും ഒരു പടി ഉയർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിനോടുള്ള മനോഭാവം ഈ വ്യക്തിക്ക് വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പാനപാത്രമായിട്ടാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പലതരത്തിലുള്ള മനോഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. ഇവിടെ വളരെ പോസിറ്റീവ് എനർജിയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയുടെ സമാധാനം എപ്പോഴാണ്, അതായത് ജീവിതത്തിലെ സമാധാനം എപ്പോഴാണ് പോയി തുടങ്ങിയത് എന്ന് ഈ പേഴ്സണോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ വ്യക്തി യാതൊരു തരത്തിലും സംശയമില്ലാതെ പറയും. അത് ഏത് നിമിഷമാണോ നിങ്ങളെ വേണ്ട എന്ന് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയത് ഏത് ദിവസമാണോ ഏത് നിമിഷമാണോ ആ നിമിഷമാണ് എന്ന് തന്നെ ഈ വ്യക്തി തല ഉയർപ്പോട് കൂടി പറയും. കാരണം നിങ്ങളായിരുന്നു ഈ വ്യക്തിയുടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്ന് പറയുന്നത്. ഇവിടെ പലവരും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പലവരും നിലനിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദ്യമൊക്കെ അതിൽ നിന്നും ഒരുപക്ഷെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് അത്രയും അധികം മാനസിക ബുദ്ധിമുട്ടുകൾ ലഭിച്ച വേറൊരു ദിനങ്ങൾ അല്ലെങ്കിൽ വേറൊരു വർഷം അല്ലെങ്കിൽ വേറൊരു ജീവിതത്തിന്റെ അധ്യായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ എടുത്തുചാട്ടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവുന്നത്. നിങ്ങൾ ധാരാളം സ്നേഹത്തിന്റെ പാനപാത്രങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിൽ വെച്ച് നീട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഒരു മോശപ്പെട്ട സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ കാപട്യം മാത്രമുള്ള ഒരു വ്യക്തികളുടെ ലോകത്തിലേക്ക് ഈ വ്യക്തി പോയത്.
തീർച്ചയായിട്ടും എല്ലാ വെളിച്ചം തന്നുകൊണ്ടിരുന്ന വിളക്കുകളും നിങ്ങളുടെ കയ്യിലായിരുന്നു. എല്ലാ വിളക്കുകളും നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഈ വ്യക്തി ഇരുട്ടിലേക്ക് പോയി. അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ വളരെയധികം മാരേജിന്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധി ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം ഈ വ്യക്തിക്ക് പണ്ടെപ്പോഴോ, ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ ദാരിദ്ര്യമാകാം, കടങ്ങളാകാം, ബാധ്യതകളാകാം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം ഈ വ്യക്തി മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മുജ്ജന്മത്തിലെയോ അല്ലെങ്കിൽ ഈ ജന്മത്തിലെയോ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ ഈ വ്യക്തി ഇതിനോടകം അനുഭവിച്ച് തീർത്തതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇനി ഈ വ്യക്തിക്ക് ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. കാരണം ഇതിനോടകം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. അതായത് അതൊരു തീരാ ദുഃഖം പോലെ കിടക്കുകയാണ്. അത് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ വ്യക്തി ചില സമയങ്ങളിലല്ല, ഈയിടെയായിട്ട് ഈ വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കിട്ടുന്ന അവസരങ്ങളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. അവിടെ എല്ലാം നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇത്രയും കാലം ഒരു ചവിട്ട് കൊട്ടയിൽ ഇട്ടിരിക്കുന്ന ഒരു വേണ്ടാത്ത ഒരു വസ്തു എന്നുള്ള നിലയിലായിരുന്നു ഈ വ്യക്തി നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എത്ര വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ എത്ര വിലയില്ലാത്ത വസ്തുവായാലും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനി അങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. ഇവിടെ മറ്റു പലവരോടും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ വളരെയധികം ഒരു വെയിറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വിവാഹ മണ്ഡപത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വരന്റെ അവസ്ഥയാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വരന്റെയോ അല്ലെങ്കിൽ വധുവിന്റെയോ അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും കൂടി വന്നാലാണ് അവിടെ ആ ഒരു ആഘോഷം നടക്കുക എന്നുള്ളത് ഈ വ്യക്തി വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഇതിനോടകം നിങ്ങളുമായിട്ട് ഇവിടെ ഒരുമിച്ച് ചേരുവാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മറ്റു പലവരുടെയും പൊയ്മുഖങ്ങൾ അല്ലെങ്കിൽ മുഖം മൂടികൾ ഈ വ്യക്തി ഓരോന്നായി വലിച്ചു കീറുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ അവരായിരിക്കാം ഈ പേഴ്സന്റെ കൺകണ്ട ദൈവം. നിങ്ങൾ ഒരുപക്ഷെ ഒരു പട്ടിയുടെ വില പോലും ഈ വ്യക്തി ഒരുപക്ഷെ തന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. കാരണം പണ്ടെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ സാഹചര്യം അതായിരുന്നു. മറ്റു പലവരും പറയുന്നത്, എല്ലാവരും പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത് വഴങ്ങി കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു പക്ഷെ പറയാനൊന്നുമില്ല, ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. പക്ഷെ അതിൽ നിന്നുമെല്ലാം ഈ വ്യക്തി ഇപ്പോൾ സ്വയം പ്രാപ്തിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള സ്വപ്നമായിരിക്കാം ഈ വ്യക്തി ഏത് നിലയിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ഒരു നിലയിൽ ഇപ്പോൾ ഈ വ്യക്തി എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും അധികം സന്തോഷം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വളരെ ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ടാകാം ഈ വ്യക്തിയെ. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും മറ്റ് സാഹചര്യങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് കറക്റ്റ് സമയത്ത് നിങ്ങൾ അറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ടാകാം. അത് സ്വപ്നങ്ങളിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ
ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ വളരെ ദൂരെ നിന്നുകൊണ്ടാണ് ഈ വ്യക്തിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു ചിന്താഗതികളെല്ലാം ഈ വ്യക്തിക്ക് മാറി വരുന്നുണ്ട്. യാഥാർത്ഥ്യമേത് കള്ളമേത് എന്നുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തി അറിയാനിടയാകുന്നു. അതുപോലെ ഇത്രയും കാലം ഈ വ്യക്തിയെ മറ്റു പലവരും നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളതും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആത്മീയപരമായിട്ടുള്ള ഉണർവ്, അതായത് ഒരു തീയും വെള്ളം എന്ന് പറയുന്നത് പോലെ രണ്ടിൻ്റെയും എനർജി ഇവിടെ വളരെയധികം ബാലൻസ് ആയിട്ട് വരുന്നതായിട്ട്, അതായത് സമതുല്യമായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർത്തും ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം എത്രയാണോ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത്, ഈ വ്യക്തി തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞത്, അത്രയും സ്നേഹത്തിന്റെ പാനപാത്രം അതിനേക്കാൾ ഉപരി 100 ഇരട്ടിയായി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു തരാനായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് ഒത്ത സന്ദർഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വ്യക്തിക്ക് ചിന്തകളിലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു അത്രയും അധികം വിഡ്ഢിയെ പോലെ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടാകാം പണ്ടൊക്കെ. അപ്പൊ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചത് എന്തിനായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയെയാണോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം തീർത്തും ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടും കൂടിയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായി ശ്രമിക്കുക. ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ അത്രയും സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക. പലവർക്കും ഇതിനോടകം കോണ്ടാക്റ്റ് ലഭിക്കാനും അല്ലെങ്കിൽ നേരിട്ട് കാണാനും, യാദർശികമായിട്ടൊക്കെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് ഈ വ്യക്തിയുടെ പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള അത്രയും അധികം ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഈ വ്യക്തി ഓർക്കാനോ അല്ലെങ്കിൽ അതിന് സന്തോഷിക്കാനോ ഒന്നും ഈ വ്യക്തി നിന്നിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മാറി നിന്നപ്പോഴാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു നിമിഷങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നതും അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നതും. എൻ്റെ മകളെ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ വിവാഹ ദമ്പതികളായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ. അപ്പോൾ കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ മക്കളെ കാണണം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോൾ കുട്ടികളെ കാണണമെന്നുണ്ട്. നിന്റെ കുറവുകളെയാണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും അധികം സ്നേഹിക്കാൻ മാത്രം നിങ്ങൾ അത്രയും അതിൽ തന്നെ നിങ്ങൾ വിജയിച്ചു, അല്ലാതെ സൗന്ദര്യമോ പണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല. അപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അതിലേക്ക് ഈ വ്യക്തി ഒരുപക്ഷെ ആകർഷിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു മനസ്സിനെയാണ് ഈ വ്യക്തി നന്നായി സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അത് പണ്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. മറ്റു പലവരുടെയും അല്ലെങ്കിൽ പുറമേ കാണുന്ന സൗന്ദര്യം മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വ്യക്തി പലവരുടെയും കൂടെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്കാണ് ഈ വ്യക്തി നോക്കി നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന അത്രയും ഉയരം കൂടിയ അല്ലെങ്കിൽ അത്രയും ഹൈ ആയിട്ടുള്ള എനർജി വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.